സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഏത് കാര്യങ്ങൾക്കും വഴിവിട്ട് സഹായിക്കുകയും പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന വിശ്വസ്ത വിധേയനായിരുന്നു ADGP MR അജിത് കുമാർ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ PV അൻവർ എന്ന നിലമ്പൂർ MLA ഉന്നയിച്ച കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസ് ഉൾപ്പെടെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിലെല്ലാം പിണറായി വിജയന് കൃത്യമായി സഹായം ചെയ്തിരുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവൻ എന്ന് പറയുന്ന ADGP MR അജിത് കുമാർ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയ നവകേരള യാത്രയിൽ ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തലതല്ലിപ്പൊളിച്ച കേസിൽ ആ കേസ് ഡയറി വിളിച്ചു വരുത്തി കുറ്റക്കാർ എന്ന് പറയുന്ന ആളുകൾ, അതായത് പിണറായി വിജയന്റെ പോലീസ് ഗുണ്ടകളെ രക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട് നീക്കങ്ങൾ നടത്തിയ ADGP MR അജിത് കുമാർ ഒടുവിൽ പുതിയ സർക്കാർ VD സതീശൻ മുഖ്യമന്ത്രിയായി പുതിയ സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ എടുത്ത ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനപ്രകാരം അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ സസ്പെൻഷൻ വാങ്ങി പുറത്തു പോകുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി VD സതീശനും ഒരുമിച്ച് ചേർന്ന് ആ സസ്പെൻഷൻ ഉത്തരവിൽ ഒപ്പുവയ്ക്കുന്നു. ഇന്ന് അത് പുറത്തിറങ്ങുന്നു. ADGP MR അജിത് കുമാർ അത്ര ചെറിയ ഒരു മീനല്ല. കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും സേനയിലുമെല്ലാം വളരെ അധികം ബന്ധങ്ങളുള്ള ആളെന്ന രീതിയിൽ DGP സ്ഥാനം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ADGP MR അജിത് കുമാർ അതുകൊണ്ട് തന്നെ ട്രിബ്യൂണലിൽ കേസിന് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി ഇത്രയധികം പോലീസ് സേനയെ ദുരുപയോഗം ചെയ്ത മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടിലുണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. നന്ദകുമാർ എന്ന് പറയുന്ന ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ അങ്ങേക്കും ADGP MR അജിത് കുമാറിൽ നിന്നും ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വന്ന നിരവധി ദുരവസ്ഥകളുണ്ട്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ, അതായത് സരിത എന്ന സോളാർ വിവാദ നായിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്ന കോൺസുലേറ്റ് ജീവനക്കാരിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ചെയ്യുകയും അതിലെല്ലാം ADGP MR അജിത് കുമാറിൻ്റെ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന രീതിയിൽ ADGP MR അജിത് കുമാറിൻ്റെ നിയമരാഹിത്യത്തിന് വിധേയനായിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായ ഒരു അന്തകവിത്താണ് ADGP അജിത് കുമാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൻ്റെ മുന്നിൽ വരുന്ന പ്രതികളോ അല്ലെങ്കിൽ ഇരകളോ ആയ ആളുകളെ എങ്ങനെ ദുരുപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ADGP അജിത് കുമാർ. വിഷയത്തിൽ അഗ്രഗണ്യനായ അദ്ദേഹം മുമ്പ് സരിതാ നായരെ കയ്യിൽ കിട്ടിയ ശേഷം സരിതാ നായരുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോവുകയും ക്യാമ്പ് ഹൗസിൽ കൊണ്ടുപോയിട്ട് പോലും ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള ആരോപണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ADGP അജിത് കുമാർ. പിന്നീട് സരിതാ നായരുടെ പേരിൽ രശ്മി കൊലക്കേസ് വന്നപ്പോൾ സരിതാ നായരെ മാപ്പുസാക്ഷിയാക്കി ആ കേസ് തന്നെ അട്ടിമറിച്ചത് കൊണ്ടാണ് പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ സരിതാ നായർക്ക് കള്ളപ്പരാതി കൊടുക്കാനും അതുവഴി ഉമ്മൻചാണ്ടിയെ വലിയ ആരോപണത്തിന് മുന്നിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് 2016 ഇലക്ഷനിൽ അട്ടിമറിക്കാനും കാരണമായത്. അത്രയ്ക്കും വിഷയത്തിൽ അദ്ദേഹത്തിന് ഈ പോലീസിൻ്റെ അധികാര ദുർവിനിയോഗം നടത്തി അദ്ദേഹം ദുരുപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതേപോലെ അദ്ദേഹം മറ്റു മേഖലകളിലും ഒരു ഇടനിലക്കാരനായ ഒരു കമ്മീഷൻ ഏജൻ്റായ ഒരാളായിരുന്നു. പോലീസിൽ വരുന്ന കേസുകളെല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ള ആരോപണം നിലവിലുണ്ട്. അതിന് പിണറായി വിജയൻ വന്ന ശേഷം അദ്ദേഹം അതിൻ്റെ പ്രധാനപ്പെട്ട പിണറായി വിജയൻ്റെ ഔദ്യോഗികമായുള്ള ഇത്തരങ്ങൾ അട്ടിമറിക്കാനുള്ള ഒരു ഗുണ്ടാ മാഫിയ നേതാവായി മാറി പോലീസ് സേനയിൽ. അദ്ദേഹം എന്തിനും തയ്യാറായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം 2024 ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പോലീസ് സേനയെ കംപ്ലീറ്റ് ദുരുപയോഗിച്ച് അവിടെ പൂരം കലക്കുകയും പിന്നീട് സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കൊണ്ടുവന്ന് അവിടെ അതിൻ്റെ പൂരം കലക്കൽ ഇല്ലാതാക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടാക്കുകയും അങ്ങനെ വീര പരിവേഷം കൊടുത്ത് സുരേഷ് ഗോപിയെ 2024 ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളുമാണ് അജിത് കുമാർ. അതിന് പിണറായി വിജയനാണ് ഒത്താശ ചെയ്തത്.
പിണറായി വിജയനെതിരെയുള്ള കേസുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ കൃത്യമായി സംസാരിച്ച് RSSുമായി സംസാരിച്ച് സെറ്റിൽ ചെയ്യുകയും അതിൻ്റെ പ്രതിഫലമായി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് മകളെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണോ സാർ പറഞ്ഞു വരുന്നത്? ആ കേസാണോ? അതുമാത്രമല്ല, പിണറായി വിജയനെതിരെയുള്ള മകളുടെ പേരിലുള്ള കേസ് മാത്രമല്ല, സ്വർണ്ണക്കളകടത്ത്, ഡോളർ കടത്ത്, അങ്ങനെയുള്ള കേസുകളുണ്ട്. എന്തിന് ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി CBIയെ ഉപയോഗിക്കുന്നതിനും കൃത്യമായിട്ട് ADGP അജിത് കുമാറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പകരം ADGP അജിത് കുമാർ വഴി കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പേരിൽ ഇവിടെ പിണറായി വിജയനെ സ്ഥിരമായി മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടാക്കി കൊടുക്കുന്നതിലും ADGP അജിത് കുമാർ മീഡിയേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനുപരി ഒരു മീഡിയേറ്റർ, പവർ ബ്രോക്കറായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അത് എല്ലാ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് രക്ഷാപ്രവർത്തനത്തിൽ ADGP അജിത് കുമാർ ഗവൺമെന്റ്മാരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കൃത്യമായ സംഭവം. അത് അന്വേഷണം ചെന്നെത്തിപ്പെട്ടത് ADGP അജിത് കുമാറിലാണ്. ADGP അജിത് കുമാർ ആ തെറ്റ് ചെയ്ത ഗവൺമെന്റ്മാർക്കെതിരെയുള്ള കേസ് അട്ടിമറിക്കാൻ വേണ്ടി കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുകയും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് അട്ടിമറിക്കുകയും ചെയ്തു എന്ന് അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തെ ADGP സ്ഥാനത്ത് നീക്കം ചെയ്യാൻ വേണ്ടി സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം. കൃത്യമായി പറഞ്ഞാൽ VD സതീശൻ ഈ മന്ത്രിസഭ വന്ന ശേഷം ആദ്യമായി എടുത്ത തീരുമാനത്തിൽ കൃത്യമായി ഉന്നം തെറ്റാത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു. അത് കൃത്യമായി ഓൺലൈനെടുത്ത് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ, എല്ലാ തട്ടിപ്പുകൾക്കും കൂട്ടുനിന്ന, അല്ലെങ്കിൽ പിണറായി വിജയന് കേന്ദ്രത്തിനുമായി സംസാരിക്കുന്ന ഒരു പാലമായി പ്രവർത്തിച്ച ആളാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തിന് കേന്ദ്രത്തിലും കേരളത്തിലും ഒരേപോലെ ബന്ധമായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. പോലീസ് സേനയിൽ തന്നെ ഒരു ഗുണ്ടാ മാഫിയ സെറ്റപ്പ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണം തട്ടിക്കൽ കേസിൽ കൃത്യമായി PV അൻവർ ഈ ADGP അജിത് കുമാറിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി നിയമവിരുദ്ധമായി എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും എനിക്ക് ജാമ്യം കിട്ടാത്ത രൂപത്തിൽ അർദ്ധരാത്രി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയും എൻ്റെ ഓഫീസും വീടും നിയമവിരുദ്ധമായി റെയ്ഡ് ചെയ്യുകയും വിലപ്പെട്ട രേഖകളടക്കം എടുത്തുകൊണ്ടുപോവുകയും പിണറായി വിജയനെതിരെയുള്ള 10,000 കോടി രൂപയുടെ രേഖകളടക്കം, അതേപോലെ യൂസഫ് അലിയുടെയും വീണ ജോർജിനെ അടക്കമുള്ള ഫയലുകൾ കടത്തിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ അദ്ദേഹം. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, 2021 അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ പോലീസ് ഓഫീസർ, എൻ്റെ ഓഫീസിൽ കടന്നു വന്ന ഓഫീസർ, റെയ്ഡിനെത്തിയ ഓഫീസർ CCTV ക്യാമറ ഊരിയെടുത്ത ശേഷമാണ്, അത് ADGP അജിത് കുമാർ നിർദ്ദേശപ്രകാരമായിരുന്നു ക്യാമറ ഊരിയത്. അതിനുശേഷം അവിടെ നിന്ന് പിണറായി വിജയൻ്റെ ഇത്തരം രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി. വീട്ടിലും ഓഫീസിലും ഒരേപോലെ എന്നോട് 7 ദിവസം ജയിലിൽ അടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം അർദ്ധരാത്രിയാണ് പോലീസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നത്. എൻ്റെ അഡ്വക്കേറ്റിന് നിർദ്ദേശം കൊടുത്തിട്ടില്ല, എവിടെയാണെന്നുള്ള ഏത് മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാകുന്ന നിർദ്ദേശം കൊടുത്തില്ല. എന്നിട്ട് വീഡിയോ കോൺഫറൻസ് വഴിയാണ് എനിക്ക് സംസാരിക്കാൻ പോലും, കോടതിയിൽ മജിസ്ട്രേറ്റ് സംസാരിക്കാൻ പോലും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു. അങ്ങനെ എല്ലാ സമയത്തും ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഷാജൻ സ്കറിയെ വേട്ടയാടിയതിൻ്റെ മുന്നിൽ നിന്ന ഒരാളാണ് ADGP അജിത് കുമാർ. പോലീസിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം, എങ്ങനെ ഒരു ഗുണ്ട മാഫിയ പ്രവർത്തകരായിട്ട് ഉപയോഗിക്കാം, അതിന് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പല കേസുകളും അട്ടിമറിക്കുകയും ആ അട്ടിമറിച്ച കേസുകളിൽ സെറ്റിൽമെൻറ്റ് നടത്തുകയും അതുവഴി കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊരു ശതമാനം ഒരു വിഭാഗം, ഒരു പാർട്ട് ADGP അജിത് കുമാറിനുള്ളതായിരുന്നു. അങ്ങനെ പോലീസ് സേനയിൽ തന്നെ ഗുണ്ടാ മാഫിയകളെ നിയന്ത്രിച്ചിരുന്ന ശക്തിയായിരുന്നു, പിണറായി വിജയന് വേണ്ടി നിയന്ത്രിച്ചിരുന്ന ശക്തിയായിരുന്നു ADGP അജിത് കുമാർ. ഇപ്പോൾ VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനമാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ പാവപ്പെട്ട KSP പ്രവർത്തകരെ തല്ലിയത് ഞങ്ങൾ മറക്കില്ല, അതിന് കൃത്യമായി നിയമ നടപടി ഉണ്ടാകും. ആ നിയമ നടപടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ DGP സ്ഥാനം തന്നെ തീർച്ചിരിക്കുകയാണ് ADGP അജിത് കുമാറിന്. അത് ADGP അജിത് കുമാറിന് DGP സ്ഥാനം തെറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് DGP ആവുക എന്ന് പറയുന്നത്. അതിന് എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും സ്വന്തം കയ്യിൽ ഇരിപ്പുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടപ്പെടാൻ കാരണം.
ഒരു സംഭവമല്ല എന്നുള്ള ഓർക്കണം. ശബരിമല ഇഷ്യൂ ആയാലും മറ്റേത് ഇഷ്യൂ ആയാലും അതിനെല്ലാം തന്നെ പേര് വരുന്ന ആൾ ADGP അജിത് കുമാറാണ്. മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സരിതാ നായരുടെ ഭർത്താവ് അതേ ADGP അജിത് കുമാറിൻ്റെ അതേ രൂപസാദൃശ്യമുള്ളതിനാൽ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ആണെന്ന് പറഞ്ഞ് പല സ്ഥലത്തും തട്ടിപ്പ് നടത്തിയിരുന്നു ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ. എന്നാൽ ക്രൈമിലാണ് ഈ ബിജു രാധാകൃഷ്ണനെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഫോട്ടോ എവിടെ നിന്നും കിട്ടാത്തതുകൊണ്ട് അവസാനം ഈ ക്രൈമിൻ്റെ ലേഖകരാണ് ഈ ബിജു രാധാകൃഷ്ണനെ ഫോട്ടോ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ സരിതാ നായരെയും കിട്ടി. ആ സരിതാ നായരെ കണ്ടതോടുകൂടി ബിജു രാധാകൃഷ്ണനെതിരെയുള്ള കേസുകളൊക്കെ പോയി. ബിജു രാധാകൃഷ്ണനും സരിതാ നായരും ADGP അജിത് കുമാറും അടുത്ത ബന്ധമായി സ്ഥിരമായി ക്യാമ്പ് ഹൗസിൽ പോയി. അവിടെ വെച്ചിട്ട് ഇവർ ലൈംഗികമായി ബന്ധപ്പെട്ടു എന്നാണ് സരിതാ നായർ എഴുതി കൊടുത്ത 21 പേജിൽ പറയുന്ന ഒരു കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. ADGP അജിത് കുമാർ ഒരു പെൺവേട്ടക്കാരനാണെന്നും ലൈംഗികമായി ഇരകളെ ഉപയോഗിക്കുക എന്ന ആളാണെന്നും അതേപോലെ പ്രതികളെ ഉപയോഗിക്കുന്ന ആളാണെന്നും തെളിഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തെ കൃത്യമായി പറഞ്ഞാൽ പോലീസ് സേനയിൽ വെച്ചിരുന്നാൽ പോലീസ് സേന ആകെ നാറും. ഇപ്പോൾ എന്തായാലും VD സതീശൻ മന്ത്രിസഭ വന്ന ശേഷം എടുത്ത ഏറ്റവും മഹത്തായ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു എടുത്ത തീരുമാനമാണ്. മാത്രമല്ല സാർ, ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുന്നു. ഒരു DGP റാങ്കിലുള്ള യോഗേഷിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു കാരണവശാലും ഇനി ADGP MR അജിത് കുമാർ ട്രിബ്യൂണലിൽ കേസിന് പോയാൽ പോലും, കോടതിയിൽ ചെന്നാൽ പോലും ഈ സസ്പെൻഷൻ പിൻവലിക്കാനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ ഒരു കുരുക്കിലേക്ക് ADGPയെ കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും എന്ന് തന്നെയാണ് സൂചന പുറത്തു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി ADGP MR അജിത് കുമാറിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ലേ? അതായത് ADGP അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വകുപ്പ് തല അന്വേഷണം നടത്തി അദ്ദേഹത്തിന് പൈസ കിട്ടാനുള്ളത്, അതായത് പോലീസ് സേന അദ്ദേഹം വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായി പൈസ കിട്ടാനുള്ളത് കിട്ടിയില്ല എന്ന ഒരു മണ്ണാങ്കട്ടയുമില്ല. അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സദൃശ്യമായ വീട് പണിയുന്നതാണ് PV അൻവർ ഉന്നയിച്ചത്. അല്ല, അതൊക്കെ 100% സത്യമാണ്. കോടിക്കണക്കിന് രൂപ അനധികൃതമായി ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് എൻ്റെ കൈവശമുള്ളത്. അതായത് അദ്ദേഹം പോലീസ് സേനയെ ദുരുപയോഗിച്ച് PV അൻവർ പറഞ്ഞതുപോലെയുള്ള പല തട്ടിപ്പുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പല കേസുകളും സെറ്റിൽ ചെയ്യുന്നതിന് കോടികൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന അജിത് കൃഷ്ണ എന്ന് പറയുന്ന HRDSൻ്റെ സ്ഥാപകനായ ആളെ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തു എന്നുള്ള പേരിൽ അവിടെ ഭീഷണിപ്പെടുത്തുകയും സ്വപ്ന സുരേഷിൻ്റെ കൈവശമുള്ള പിണറായി വിജയനെതിരെയുള്ള തെളിവുകൾ കൈമാറണമെന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യും, കള്ളക്കേസ് എടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള അജിത് കുമാർ ഇതുപോലെ ബ്ലാക്ക് മെയിൽ നടത്തിയും തട്ടിപ്പ് നടത്തിയും ഭീഷണി നടത്തിയും പോലീസിൻ്റെ ഔദ്യോഗിക പൗരത്വത്തെ ദുരുപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് പണം ഉണ്ടാക്കിയിട്ടുള്ളത്. പിണറായി വിജയൻ്റെ കൂടെ നിന്നു, പിണറായി വിജയൻ്റെ കൂടെ എല്ലാ കാലത്തും ഈ തട്ടിപ്പ് നടത്തിയ നിലനിൽക്കും എന്നുള്ളത് നിലയിലാണ് ഇതൊക്കെ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ അജിത് കുമാറിന് പണം ഒരു പ്രശ്നമായി വരില്ല. അദ്ദേഹത്തെ പുറത്താക്കിയാലും അദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ കൈവശം ശരിക്കൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കേണ്ട എന്നോ കഴിയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.